നമസ്കാരം, ഡോക്ടർ ആൽഫീനയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം തൈറോയ്ഡ് പ്രശ്നങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ എങ്ങനെ ബാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും അത് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ കുടുംബത്തിൽ ഒന്നുകിലും ഒരു സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, ഏതു നേരം കരച്ചിലും ദേഷ്യവും സങ്കടവും ടെൻഷനും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കും. നമുക്ക് രണ്ട് കൂട്ടരുടെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാം. ആദ്യം നമുക്ക് ഭാര്യയുടെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാം. അപ്പം ഭാര്യയ്ക്കാണ് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളതെങ്കിൽ ഇവർക്ക് രാവിലെ എണീക്കാൻ പറ്റണില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, ബാക്കി ഏതു നേരവും ക്ഷീണമാണ്, ബുദ്ധിമുട്ടുകളാണ്, വേദനകളാണ്, എപ്പോഴും സങ്കടവും കരച്ചിലും അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കണോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഭർത്താവിന് സ്വാഭാവികമായിട്ടും എന്താണ് ചിന്ത? ഇതിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവരുത്തണം അല്ലേ? അപ്പം ഭർത്താവ് ഉടനെ ആശുപത്രികളിൽ കൊണ്ടുപോകുന്നു. ഇനി തൈറോയിഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നു, അല്ലെങ്കിൽ വേദനകൾ നീർക്കെട്ടും ഒക്കെ കുറയാനായിട്ട് പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുന്നു. വയറ്റിലെ പ്രശ്നങ്ങൾക്ക് ഗ്യാസ്ട്രോയെ കാണിക്കുന്നു, ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നു, വേദനകളാണെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ കാണുന്നു. ഇങ്ങനെ പോകാത്ത സ്പെഷ്യലിസ്റ്റുകളില്ല. ഇത്രയും അധികം കൊണ്ടു നടന്നിട്ടും പൈസ ചെലവാക്കിയിട്ടും മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടും പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നുമില്ല. ഇതിപ്പം പകലത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രിയിലൊന്ന് വന്ന് കിടന്നാലോ, നിങ്ങൾ അടുത്ത് വന്ന് കിടക്കണത് തന്നെ പുള്ളിക്കാരിക്ക് ദേഷ്യമാണ്, ഇറിറ്റേഷനാണ്. കാരണം പുള്ളിക്കാരിക്ക് ക്ഷീണമാണ്, ദേഹം വേദനകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് വിള്ളൽ വീഴും അല്ലെ? നിങ്ങൾ എത്രയൊക്കെ പരിഗണന കാണിക്കാൻ ശ്രമിച്ചാലും ഭാര്യയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. കാരണം വേദനയും നീർക്കെട്ടും ബുദ്ധിമുട്ടും മാനസിക പിരിമുറുക്കും ഒക്കെ ഉള്ളത് കൊണ്ട് ആണ് ഇവരിങ്ങനെ പെരുമാറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഇവര് തമ്മിലുള്ള റിലേഷനിൽ വിള്ളൽ വീഴും അല്ലേ? ഇവർ രണ്ട് മുറികളിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതാവുന്നു, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലാതെ പോകുന്നു. അപ്പൊ അവിടെ അകൽച്ച വന്നു കഴിഞ്ഞു. ഇനി ഈ ഭാര്യ ഈ വിഷമങ്ങളെല്ലാം തീർക്കുന്ന ആരോടാ? മക്കളോടായിരിക്കും. മക്കളോട് ദേഷ്യപ്പെടുന്നു, ഒരു കാര്യമില്ലാണ്ട് അവരെ അടിക്കുന്നു. ഇനി കുടുംബത്തില് ബാക്കി കുടുംബാംഗങ്ങൾ അപ്പനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മറ്റു ബന്ധുക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതോടെ കുടുംബത്തിന്റെ സമാധാനവും ഇതുമെല്ലാം മാറി. ഇനി നമ്മൾ ഭർത്താക്കന്മാരുടെ അവസ്ഥയിലേക്ക് വന്നാൽ ആണുങ്ങൾക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. പൊതുവെ ആണുങ്ങൾക്ക് ഇവർക്ക് ഈ ക്ഷീണം വരുന്നതും വേദനകൾ വരുന്നതും അല്ലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വരുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവരെപ്പോഴും എനർജറ്റിക് ആയിട്ടും എല്ലാ കാര്യങ്ങളും നല്ല ചുറുചുറുക്കോടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു വിഷമം ഇവര് തീർക്കുന്നത് ദേഷ്യത്തിലൂടെയാണ്. ഇവരും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, ചൂടനായിരിക്കും, ഒന്നും ചെന്ന് ബാക്കി ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ചെന്ന ഒരു കാര്യം സമാധാനത്തോടെ ഒരു കാര്യം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴുകയാണ്. ഇവർക്ക് പേടിയാണ് ചെന്ന്, ഭാര്യയ്ക്കും മക്കൾക്കും പേടിയാണ് ഭർത്താവിനോട് അടുക്കാൻ. ഇവരുടെയും ഭർത്താവിനും മറ്റു കുടുംബാംഗങ്ങളോടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ മൊത്തത്തില് കുടുംബത്തില് വിള്ളലുകൾ വീഴുകയാണ്. പക്ഷെ നിങ്ങൾ ഈ ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തു വരണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഡോക്ടർമാരെ പോയി കാണുന്നു, നിങ്ങൾക്ക് മരുന്നുകളൊക്കെ കഴിക്കണം. നിങ്ങൾ പോയിട്ട് TSH നോർമലാക്കും അല്ലെ? ഗുളിക കഴിക്കുന്നു, TSH നോർമലാക്കുന്നു. പക്ഷെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഒരു കുറവും വരുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും? ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ഒരു മനസ്സോടെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് പറ്റുമെന്നതിന് 100 കണക്കിന് തെളിവുകൾ നമ്മുടെ ചാനലിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം എല്ലാ കാലവും നിങ്ങൾ സഹിക്കേണ്ടതല്ല. നിങ്ങൾക്ക് ശരിക്കും ഇതിൽ നിന്ന് പുറത്തു വന്ന് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അതിന് പക്ഷേ എളുപ്പപ്പണികളൊന്നുമില്ല. ഇത് ഓൺലൈനായിട്ട് എന്തെങ്കിലും മരുന്ന് അയച്ചു തന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമൊന്നുമല്ല. അതിന് ചില ത്യാഗങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് തന്നെ ഒരു ആഗ്രഹം വേണം, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ പുറത്തു കിടക്കണം, എനിക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം, അതിന് ഞാൻ കുറച്ച് കഷ്ടപ്പാടൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ തൈറോയ്ഡ് പ്രശ്നം കുടുംബജീവിതത്തെ ശിഥിലമാക്കും. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ ഒരു 70% അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഡൈവോഴ്സ് കേസിലും അതിൽ ഒരാൾക്ക് തൈറോയിഡിന് പ്രശ്നങ്ങളുണ്ടാകും. അത് കണ്ടുപിടിച്ചതോ കണ്ടുപിടിക്കപ്പെടാത്തതോ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഒന്നിച്ച് നിന്ന് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. ഇത് അങ്ങേയറ്റം വഷളായി കഴിയും. എന്നാലും വളരെയധികം മനസ്സിലാക്കി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഭാര്യയും ഭർത്താക്കന്മാരും ധാരാളം ഉണ്ട്. അവരെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ പാർട്ട്ണർക്ക്, അതായത് അവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും അവർ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അത് വളരെ റെയർ പീസാണ്. അവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അവരെ നിങ്ങൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തോ.